ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളാണ് UDF വലതു സൈബറിടങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. VD സതീശൻ ഓരോ ദിവസവും വന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉണ്ടായ വലിയ വീഴ്ചകൾ, താമസങ്ങൾ, അതിന് മുഴുവനും UDF നേതാക്കൾ എടുത്തിട്ടുള്ള പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടുകൾ. രാവിലെ പറയുന്നതിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്കും രണ്ട് നേതാക്കൾ നാല് അഭിപ്രായം പറയുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയ കഴിഞ്ഞ ദിനങ്ങൾ. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് വന്നാൽ വയനാട് ബണ്ടാകട്ടെ, സ്വർണപ്പാളി വിഷയത്തിൽ നിന്ന് ഒളിച്ചോടിയതാവട്ടെ, ഏതു കാര്യത്തിലാണ് ഒരൈക്യം ഈ നാട്ടിൽ പര്യടനവുമായി ബന്ധപ്പെട്ട്, പ്രചാരണവുമായി ബന്ധപ്പെട്ട് UDF ഹാൻഡിലുകൾക്ക് നിലനിർത്താൻ സാധിച്ചത്? പരിപൂർണമായ പരാജയമായി പോയി. എങ്കിലും വന്നിരുന്നു നുണ പറഞ്ഞ് ജനത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ നാടിന്റെ പൊതുബോധത്തെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയണമേ എന്നുള്ള ആത്മവിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ UDF. പക്ഷെ ഇന്ന് രാവിലെ നിങ്ങൾ KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും ബോഡി ലാംഗ്വേജ് ഒന്ന് കാണണമായിരുന്നു. ഇന്ന് പത്രക്കാരുടെ മുമ്പിൽ വോട്ട് ചെയ്തതിന് ശേഷവും ഒക്കെ ഈ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യധാര അധികായകന്മാരായ നേതാക്കന്മാർ വന്ന് പ്രതികരണം കൊടുക്കുമ്പോ തോറ്റ ശരീരഭാഷ. ഇന്ന് മുഖ്യധാര മാധ്യമമായ 24-ലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പച്ചയ്ക്കത് പറയുന്നതും നമ്മൾ കേട്ടു. ഇന്ന് KCയുടെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും ഒക്കെ ബോഡി ലാംഗ്വേജിന് ഒരു പോസിറ്റിവിറ്റി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്ന്. ഈ എത്രമേൽ വലിയ പ്രചരണങ്ങൾ വന്നാലും ആ പ്രചരണത്തെ മുഴുവൻ കൃത്യമായി പ്രതിരോധിക്കുന്ന സമയത്ത് LDFന്റെ പിണറായി ആവട്ടെ, സ്വരാജ് ആവട്ടെ, ഏത് നേതാവാകട്ടെ, അവർ കൃത്യമായി ക്രിസ്റ്റൽ ക്ലാരിറ്റി കൊടുക്കുന്ന നിലപാട് ഇന്നും ഉണ്ടായിരുന്നു. വോട്ട് ചെയ്തതിന് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ട മുഴുവൻ LDF നേതാക്കന്മാരും കൃത്യമായി തങ്ങളുടെ സ്റ്റാൻഡുകൾ പറഞ്ഞു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയോ ഇല്ലാതെ, കോൺഫിഡൻസ് ഒരു തരി പോലും കുറയാതെ ഇടതുപക്ഷം ഇന്നും ജനങ്ങളെ കണ്ടു. ആ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനി സാധിക്കില്ലല്ലോ. കൃത്യമായി ജനങ്ങൾ വോട്ടിങ്ങിലേക്ക് വന്നപ്പോ അതിനെ കൃത്യമായിട്ട് അതിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത UDF നേതാക്കൾ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണെങ്കിലും ഒരുപക്ഷെ അവരുടെ ബോഡി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടോളൂ, വരും ദിവസങ്ങളിൽ UDFൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്നുള്ളത്. 100% ഇത്രയും ദിവസം അവർ കൊണ്ടു നടന്ന ഒത്തിണക്കവും അഭിനയിച്ചു കൊണ്ട് നടന്ന ഈ പ്രകടന പരിപാടികളും എല്ലാം അവസാനിച്ചിരിക്കുന്നു. കൃത്യമായ UDF എന്താണ് എന്ന് ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10 വർഷം പ്രതിപക്ഷത്ത് വിജയിക്കാൻ പറ്റാതിരുന്ന കോൺഗ്രസ് തിരിച്ചു വരും. ഈ 15ഓ 16ഓ ദിവസം പര്യടനത്തിന് വേണ്ടി മാത്രം, പ്രചാരണത്തിന് വേണ്ടി മാത്രം അഭിനയിച്ചു തീർത്ത മഹാന്മാരുടെ അഭിനയം ഇന്നു മുതൽ ഇല്ലാതാകുന്നതും രാഷ്ട്രീയ കേരളം കാണും.